ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കുന്നതിനെതിരെ സമ്മർദ്ദവുമായി ഒരു വിഭാഗം നേതാക്കൾ. കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിനെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. MP മാരായ ഷാഫി പറമ്പിലും MK രാഘവനും പ്രവീൺകുമാറിനെ പിന്തുണച്ച് രംഗത്തെത്തി. നാദാപുരം മണ്ഡലത്തിൽ KM അഭിജിത്തിന് വേണ്ടിയും സമ്മർദ്ദം ശക്തമാകുന്നുണ്ട്. വിശദാംശങ്ങളുമായി റോഷിവാൽ ചേരുന്നു. റോഷിവാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ യുവ നേതാക്കളാണോ എതിർപ്പുമായി രംഗത്തുള്ളത്? എന്താണ് സംഭവിക്കുന്നത്? റോഷി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. ആ തീരുമാനം അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എതിർപ്പ് ഉയർത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഷാഫി പറമ്പിലാണ്, രണ്ടാമത്തത് MK രാഘവനാണ്. രണ്ടുപേരും കൊയിലാണ്ടിയിൽ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ അഡ്വക്കേറ്റ് K പ്രവീൺകുമാറിനെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം തന്നെ കൊയിലാണ്ടിയിൽ നിന്നും മുല്ലപ്പള്ളി രാമചന്ദ്രനെ നാദാപുരത്തേക്ക് മാറ്റി അവിടെ മത്സരിപ്പിച്ചാലോ എന്ന നേതൃത്വം ആലോചിക്കുമ്പോൾ അതിനും ഇതേ നേതാക്കൾ തന്നെ എതിർപ്പുയർത്തുന്നു. അവർ അവിടെ KSU മുൻ സംസ്ഥാന അധ്യക്ഷനായ KM അഭിജിത്തിനെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിച്ച രണ്ട് മണ്ഡലങ്ങളിലും മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കുന്നതിന് എതിർപ്പുയർത്തുകയാണ് MK രാഘവനും ഷാഫി പറമ്പിലും. ഏതായാലും മുല്ലപ്പള്ളി രാമചന്ദ്രനെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിപ്പിച്ചാൽ എളുപ്പത്തിൽ ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്. സർവേയിലടക്കം മുൻതൂക്കമുള്ള സാഹചര്യത്തിലായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ KC വേണുഗോപാലും സണ്ണി ജോസഫ് അടക്കമുള്ളവർ നേരിട്ട് കണ്ട മത്സരിക്കണം എന്നാവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചതും. ഒടുവിൽ പുതിയ സാഹചര്യത്തിൽ ഇനി മുല്ലപ്പള്ളി രാമചന്ദ്രനെ എവിടെ മത്സരിപ്പിക്കും എന്ന ആലോചനയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുകയാണ്. കാരണം കടുത്ത എതിർപ്പ് വന്നതോടെ പ്രതിസന്ധിയിലാകുന്നു. അതേസമയം തന്നെ പ്രവർത്തകർ അത്തരത്തിൽ എതിർപ്പ് ഉയർത്തിയിട്ടില്ല. ഈ ഒരു വിഭാഗം നേതാക്കൾ മാത്രമാണ് എതിർപ്പ് അറിയിച്ചത്. ഒരുപക്ഷെ ഇവരെ അനുനയിപ്പിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്ന ആലോചനയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലുണ്ട്. ശിവാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിലിന്റെയും MK രാഘവന്റെയും ഒക്കെ എതിർപ്പുയരുമ്പോൾ പാർട്ടി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് അറിയണം. ഒപ്പം ഹൈക്കമാൻഡ് അതിൽ വീണ്ടും പച്ചക്കൊടി വീശി ഉറച്ചു നിൽക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണാം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പല സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നു. പല മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള വിവരങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇപ്പോൾ റിപ്പോർട്ടർ TV എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.